കരിമണൽ കമ്പനിയായ CMRL-ഉം എക്സാലോജിക്കും ഉൾപ്പെട്ട പ്രതിമാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കേസിൽ വരും ദിവസങ്ങളിൽ നിർണായകമായ അന്തിമവിധി പുറപ്പെടുവിക്കാനിരിക്കെ ഹർജി പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ ഹർജിക്കാർക്കെതിരെ തുടർ നടപടികളിലേക്ക് കടക്കരുതെന്ന് ഹൈക്കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ കോടതിയുടെ ഈ താൽക്കാലിക പരിരക്ഷ ഹർജി സമർപ്പിച്ച CMRL-ന് മാത്രമാണ് ബാധകമാവുകയെന്നും അപ്പീലിൽ കക്ഷിയില്ലാത്ത വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇഡിക്ക് അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കിയതോടെ കേസിൽ വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കോടതി ഉത്തരവിലൂടെ താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ കേസിൽ കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ വീണയ്ക്കെതിരെയുള്ള ED നീക്കങ്ങൾക്ക് തടസ്സമില്ലെന്ന് ഉറപ്പായി. എങ്കിലും ഈ കേസിലെ അന്തിമവിധി വെള്ളിയാഴ്ച CMRL-ന് അനുകൂലമായാൽ അത് ഭാവിയിൽ വീണയ്ക്കും വലിയ നിയമപരമായ ആശ്വാസമായി മാറും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് CMRL സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേട്ടത്. ED തങ്ങളുടെ അധികാര പരിധിക്ക് അപ്പുറമായാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് കമ്പനി കോടതിയിൽ വാദിച്ചു. CMRL-നെതിരെ നിലവിൽ യാതൊരുവിധ FIR-ഉം ഇല്ലാത്ത ഘട്ടത്തിലാണ് ED സമൻസ് അയച്ചതെന്നും രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കമ്പനിയുടെ ഈ വാദങ്ങളെ കോടതി ചോദ്യം ചെയ്തു. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ച കോടതി നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRL-ന് ആവശ്യമായ രേഖകൾ EDക്ക് നൽകിക്കൂടെയെന്നും ആരാഞ്ഞു. കുറ്റകൃത്യം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ ക്ലീൻ ചീറ്റ് ലഭിക്കുമല്ലോ എന്നും ഒരു ലിസ്റ്റഡ് കമ്പനിയായ CMRL-നോട് എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളുടെ രേഖകൾ മാത്രമല്ലേ ED ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നും കോടതി ചോദിച്ചു. അതേസമയം കേസിൽ വ്യക്തമായ ഷെഡ്യൂൾഡ് കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നായിരുന്നു EDയുടെ ശക്തമായ വാദം. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ EDക്ക് പൂർണ്ണ അവകാശമുണ്ട്. ചോദ്യം ചെയ്താൽ മാത്രമേ ചെയ്യാത്ത IT സേവനങ്ങളുടെ പേരിൽ എക്സാലോജിക്കിന് എന്തിനാണ് CMRL 2 കോടിയിലധികം രൂപ കൈമാറിയത് എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല. സേവനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് SFIO റിപ്പോർട്ടിലുണ്ടെന്നും ദുരൂഹമായ ഇടപാടിനായുള്ള വഴിവിട്ട നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും EDക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ വാദിച്ചു. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് CMRL-നായി ഹാജരായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED വിപുലമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനകളിൽ ലഭിച്ച അതീവ നിർണായകമായ രേഖകളും വിവരങ്ങളും ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് രഹസ്യരേഖയായി കൈമാറാൻ തയ്യാറാണെന്നും ED അറിയിച്ചു. വരും ദിവസങ്ങളിൽ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കാനും CMRL-ലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുമാണ് EDയുടെ നീക്കം. ഇരുഭാഗത്തിന്റെയും ദീർഘമായ വാദപ്രതിവാദങ്ങൾ കേട്ടതിനു ശേഷം ഹർജി അന്തിമ വിധി പറയുന്നതിനായി കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതുവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ കേസിനെ ചൊല്ലിയുള്ള സസ്പെൻസ് തുടരും.